ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ ബാച്ച്. ഈ ലൈഫ് സേവർ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന V0 ആവറേജ്, ഇതിൻ്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടും എന്നുള്ളത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം പീരീഡ് 1/2π കിട്ടി. ആവറേജ് വാല്യൂ നമുക്ക് എഴുതുമ്പോൾ അറിയാം. ടൈം പീരീഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആൽഫ ടു പൈ വരെയാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ ആൽഫ ടു പൈ VM sin ωt dωt. ഓക്കെ അല്ലേ? അവിടെ നമുക്ക് എഴുതുകയാണെങ്കിൽ VM/2π മൈനസ് കോസ് ωt കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VM/2π 1 + cos ആൽഫ. കാരണം കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്, അതുകൊണ്ടാണ് +1 ആയത്. അടുത്ത മൈനസ് കൂടെ വരുമ്പോൾ അത് പ്ലസ്സായി. ആ വാല്യൂ എന്ത് കൊടുത്തു? ആൽഫ കൊടുത്തു. അപ്പോൾ കോസ് ആൽഫ കിട്ടി. അപ്പോൾ 1 + cos ആൽഫ VM/2π. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതേ വേവ് ഫോം വീണ്ടും റിപ്പീറ്റ് ആകുന്നുണ്ട്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പടം വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആൽഫ ടു പൈ വരെ നമ്മുടെ സൈനസോയിഡൽ വേവ് ആണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? ആ പറഞ്ഞ ടൈം പീരീഡ് എത്ര എന്ന് ഓർക്കുക. ഹാഫ് വേവ് ആകുമ്പം ടൈം പീരീഡ് ഇതാണ് വരുന്നത്. നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ സെമി കൺവേർട്ടറൊക്കെ വരും. ആ സെമി കൺവേർട്ടറൊക്കെ വരുമ്പം VM/π എന്ന് വരും. ഇതേ ഇക്വേഷൻ തന്നെ 1 + cos ആൽഫ എന്ന് വരും. അപ്പോൾ അവിടെ വരുമ്പോൾ ഓരോ കാര്യം ഓർത്താൽ വേവ് ഫോം ഓർക്കാൻ പറ്റിയാൽ നമുക്ക് ഇക്വേഷൻ ഓർക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മുന്നോട്ട് നമ്മൾ പോവുകയാണ്. അടുത്തൊരു കേസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു കേസാണ് അടുത്ത് പറയാറുള്ളത്. ഇത് VS നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ VM/sin ωt. അപ്പോൾ അവിടെ നമ്മളൊന്ന് വേവ് ഫോം വരച്ച് നമ്മളൊന്ന് പടം വരയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സൈനസോഡൽ വേവ് തന്നെ ഇത് കിട്ടി. എന്ത് കിട്ടി? ഇൻപുട്ട് കിട്ടി VI. ഔട്ട്പുട്ട് നമുക്ക് എന്ത് പറയാം? V0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ താഴേക്ക് പോകാൻ പറ്റൂല. കാരണം ഇവിടെ എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. ആ യുടെ വോൾട്ടേജ് താഴോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യുടെ മണ്ടയ്ക്കോട്ട് മാത്രമേ എന്താകാൻ പാടുള്ളൂ? ആൽഫ ആകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്ക്. ഈ പറയുന്ന വാല്യൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 100 വോൾട്ട്. ഇപ്പോൾ ഇവിടെ VM sin ωt എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 230√2 sin ωt ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞു വന്ന 100 വോൾട്ടേജ് VM√2 അല്ലെങ്കിൽ 230√2 ഇൻറ്റു സൈൻ ആ ഒരു പർട്ടിക്കുലർ ആൽഫ, അല്ലെങ്കിൽ ഇത് ആൽഫ 0 എന്ന് വിളിക്കാം. ആൽഫ 0 എന്ന് പറയുന്നത് 100 ആകുന്ന എപ്പോഴാണോ ആ ഒരു വാല്യൂവിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഈ പോയിന്റ്, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, ആ ഒരു പോയിന്റിന് ശേഷം മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ? ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ലോജിക്. ഈ പറഞ്ഞു വന്ന ഇതിന് ശേഷം മാത്രമേ ഈ വോൾട്ടേജ് ഇതിനേക്കാൾ ഹയർ ആകുള്ളൂ. ഇവിടെ കാതോഡിലുള്ള വോൾട്ടേജ് ഇതിപ്പോൾ 0 വോൾട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ യുടെ വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട്. 100 വോൾട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇതിപ്പോൾ ഓപ്പണാണ്. അതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ഡിസപ്പേഷൻ ഒന്നുമില്ല. ഈ വോൾട്ടേജ് ഇവിടെ എത്തി 100 വോൾട്ട്. ഇവിടെ 100-നേക്കാൾ ഹൈ ആയിരുന്നെങ്കിൽ മാത്രമേ ആനോഡ് എന്താവുള്ളൂ? പോസിറ്റീവ് ആവുള്ളൂ. ആനോഡ് പോസിറ്റീവ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ തൈരിസ്റ്റ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ക്ലിയർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ 100-ന് മണ്ടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ പടം വേവ് ഫോം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഫുൾ ടൈം ട്രിഗർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ ട്രിഗറിങ് നമ്മൾ എന്താണ്? ഓൾവേസ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ ആൽഫ നമ്മൾ ഓൾവേസ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മുഴുവൻ വേവ് ഫോം കിട്ടും.
എന്നാലും അതിനും ഒരു സംഭവമുണ്ട്. ഈ പറഞ്ഞ ഇതിപ്പോൾ ഒരു ആൽഫ 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാല്യൂ വരുന്നത് 30 ആണെങ്കിൽ 30 ആണ് ഇവിടെ വരുന്ന ആംഗിളെങ്കിൽ ഇവിടെ എത്ര വരും? 150 വരും. 180 എന്നും ആ ആംഗിൾ പുറകോട്ട് ഉണ്ടാവും. അപ്പോൾ 30 to 180 മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? ഈ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രിഗറിങ് ആംഗിൾ 30ക്കും 150ക്കും ഇടയ്ക്കായിരിക്കും, നിർബന്ധമുണ്ട്. അതിൻ്റെ താഴെ ട്രിഗർ ചെയ്താൽ എന്ത് സംഭവിക്കില്ല? ഈ പറഞ്ഞ സർക്യൂട്ട് ഓൺ ആവില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറയാം, നമ്മുടെ ഒരു ചാർജറാണെന്ന് പറയാം, DC ചാർജർ. ക്ലിയർ അല്ലേ? DC ചാർജറാണ്. കാരണം അതിനകത്തൊരു DC സോഴ്സ് ഉണ്ട്, ഉണ്ട്, അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? 30 to 150 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയുന്നു, ഇതിൻ്റെ കറണ്ട് വേവ് ഫോം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കറണ്ട് വേവ് ഫോം ഇങ്ങനെയായിരിക്കും. കാരണം ഈ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ബൈ ആർ ചെയ്യുന്നു അതായിരിക്കും അതിനകത്തെ കറണ്ട്. ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് വോൾട്ടേജ് അതേ വേവ് ഫോം തന്നെയായിരിക്കും കറണ്ടിനുണ്ടാകുന്നത്. ഈ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വി മൈനസ് ഐ ഡിവൈഡർ ബൈ, അല്ലെങ്കിൽ VS മൈനസ് ഇ ഡിവൈഡർ ബൈ ആർ. അവിടെ ഈ കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്. VS നമുക്കറിയാം സൈനുസോയിഡിലാണ് വരിക ചെയ്യുന്നത്. അതിൻ്റെ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഈ പോയിന്റ് നിന്നായിരിക്കും. ഇയും നിന്ന് V കൂടുമ്പോഴേ അതിൻ്റെ വാല്യൂ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? ഇത് ഫുൾ ടൈം ട്രിഗർ ചെയ്യുന്ന സമയത്ത്. ഇനി ആൽഫ എന്ന് പറഞ്ഞ് വേറെ ആംഗിൾ വെച്ചാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വേവ് എങ്ങനെ കിട്ടും? ആ ആൽഫ എന്ന് പറഞ്ഞ സമയത്തൊന്ന് ഇവിടം വരെ, ഏത് 150 വരെ ഇങ്ങനെയായിരിക്കും പടം കേട്ടോ. ഒന്നുകൂടെ വരയ്ക്കാം. നമ്മുടെ E എന്ന് പറഞ്ഞ വോൾട്ടേജ് വരുന്നുണ്ട്, അതിങ്ങനെ പോയി എവിടം വരെ? ആൽഫ വരെ പോയി. ഇവിടെ വെച്ച് നമ്മൾ ട്രിഗർ ചെയ്തു. അതിനുശേഷം എന്തായി? പെട്ടെന്ന് മുകളിലോട്ട് പോയി ഇവിടം വരെ എത്തി, വീണ്ടും ഇങ്ങനെ പോകും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം എപ്പോഴാണ് ഓഫ് ആകുന്നത് ആ സമയത്ത് ഔട്ട്പുട്ടിൽ എന്തുണ്ട്? E ഉണ്ട്. ഈയുടെ വാല്യൂ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ശരിയല്ലേ? അപ്പം നമുക്ക് ഈ പറഞ്ഞു വന്ന വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകും, അതിങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞത്. ഇതെവിടെ വരെ ഉണ്ട്? ഈ പോയിന്റ് എവിടെയാണ്? 150 തന്നെയാണ്. ആൽഫ പക്ഷേ നമ്മളെന്താണ് ഒരു 60 ആംഗിൾ വല്ല ഉദാഹരണം പറഞ്ഞെടുക്കാം, 30 കൂടുതലായിരിക്കും. ആ സമയത്ത് ഇങ്ങനെയായിരിക്കും വേവ് ഫോം കിട്ടുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഏകദേശം സംഭവം എങ്ങനെയാണ് ഇത് ഉണ്ടാകാൻ പോകുന്നത് മനസ്സിലായി. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന് റെസിസ്റ്റൻസും ഈ പറഞ്ഞു വന്ന് ഈയും മാത്രമുള്ള കേസാണ്. ക്ലിയർ അല്ലേ? ഇതേപോലെ വീണ്ടും പറയാനാണെങ്കിൽ ഇവിടെ പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടെ ട്രിഗർ നമുക്ക് നടക്കുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാനുള്ള ഈ പറഞ്ഞു വന്ന ആംഗിൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി ടു 150 ഡിഗ്രി. 30 ഡിഗ്രി ടു 150 ഡിഗ്രിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ അവിടെ വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഈ പറഞ്ഞു വന്ന ചാർജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു E എന്ന് പറഞ്ഞ വോൾട്ടേജിന് മണ്ടയ്ക്കായിരിക്കണം V, എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആ വർക്ക് ചെയ്യുന്ന സമയത്തെ കണ്ടീഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, റൈറ്റ്. നമുക്ക് ഇനിയും പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ RL ലോഡ്. RL ലോഡ്, ആദ്യം നമുക്ക് RL ലോഡ് പറയാം. അവിടെ നമ്മൾ പറയുമ്പം റെസിസ്റ്റൻ്റ്, ഇൻഡക്ടർ. അവിടെ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്ററും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്. നമ്മുടെ വേവ് ഫോം നമ്മൾ ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം സൈനുസോയിഡൽ വേവ് ഫോം ഇങ്ങനെയുണ്ട്, ഒമേഗ ടി.
0. ഓക്കെ അല്ലേ? നമ്മൾ വീണ്ടും നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ RL ഈ പറഞ്ഞ ഈ സമയത്താണ് ആൽഫ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് ഈ ടൈമിൽ തന്നെ ഇൻക്രീസായി അവിടെ വരെ എത്തി. നമ്മുടെ ഈ പറയുന്ന സമയത്തെ ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു, ഇൻഡക്ടറിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വിത്തിൻ 0 സെക്കൻഡ് ഈ പൈലെത്തുന്ന സമയത്ത് ഇൻഡക്ടറിൻ്റെ കറണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. മകാറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ടൈമിലെല്ലാം പോസിറ്റീവ് വോൾട്ടേജാണ്. അതുകൊണ്ട് ഈ പീക്ക് കറണ്ടിലെത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കറണ്ടാണ്, ഇപ്പോൾ വോൾട്ടേജ്. അപ്പോൾ കറണ്ട് ഒരു പീക്ക് സ്റ്റേറ്റിലെത്തുന്നുണ്ട്. ആ സമയത്ത് വോൾട്ടേജ് എന്തായി? നെഗറ്റീവായി. ശരിയല്ലേ? കാരണം ഇവിടെ നെഗറ്റീവിലോട്ട് പോയി വോൾട്ടേജ്. അങ്ങനെ വോൾട്ടേജ് നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ ഈ കറണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? താഴോട്ട് പോകുന്നുണ്ട്. ആ കറണ്ട് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് ഈ കറണ്ട് ഡൈവേർട്ട് ആകുന്ന വരെ എന്ത് ചെയ്യും? തൈറിസ്റ്റർ ഓൺ ആയിരിക്കും. തൈറിസ്റ്റർ ഓൺ ആണെങ്കിൽ ഇവിടെ ഉള്ള വോൾട്ടേജ് നെഗറ്റീവിലോട്ട് പോയാലും ആ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ കൃത്യമായിട്ട് എടുക്കും. കാരണം ഇതെന്താണ്? ആ സമയത്ത് ഷോർട്ട് സർക്യൂട്ടാണ്. നെഗറ്റീവിലോട്ട് പോകുന്ന സമയത്തും ഇൻഡക്ടറിൻ്റെ കറണ്ട് ഡൈവേർട്ട് ആയിട്ടില്ല. ഇൻഡക്ടറിൻ്റെ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്തായിരിക്കും ഒഴുകുന്നുണ്ട്. ആ പറയുന്ന ഇൻഡക്ടറിൻ്റെ കറണ്ട് മൂലം ഹോൾഡിംഗ് കറണ്ട് നമ്മളിപ്പം വെച്ചേക്കുന്ന 0 ആണ്. ആ 0യുടെ താഴെ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റും? ഈ കറണ്ട് ഡൈവേർട്ട് ആകുന്ന വരെയും നമുക്ക് ഔട്ട്പുട്ട് ഈ വോൾട്ടേജിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് കിട്ടും. ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ആ പറയുന്ന ഈ കറണ്ട് ഡൈവേർട്ട് ആകുന്ന സമയം വരെ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വോൾട്ടേജ് കിട്ടും. ഇതേ വേവ് ഫോം തന്നെയായിരിക്കും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ആകും. ഇത് സംഭവം ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. ഈ ടൈമിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ, എക്സ്റ്റൻഷൻ ആംഗിൾ. ഈ എക്സ്റ്റൻഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കറണ്ട് ഡൈവേർട്ട് ആകാൻ ഇൻഡക്ടർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കറണ്ട് ഡൈവേർട്ട് ആവില്ല. ആ ഡൈവേർട്ട് ആകാത്ത സമയം വരെ എന്തുണ്ടാവും? ഈ പറഞ്ഞു വന്ന നമ്മുടെ സർക്യൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇത് എന്ത് ചെയ്യും? ഈ പറഞ്ഞു വരുന്ന സർക്യൂട്ട് ഡൈവേർട്ട് ആവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്റ്റൻഷൻ ആംഗിൾ. ഈ എക്സ്റ്റൻഷൻ ആംഗിൾ വരെയും ഈ വേവ് ഫോം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് ഡൈവേർട്ട് ആക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഡൈവേർട്ട് ആക്കിയാൽ നമ്മൾ പറയുന്നത് എന്നറിയോ? ഇവിടെ ഇപ്പോൾ ഉദാഹരണമുള്ള കറണ്ട് എത്രയെന്നറിയോ? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു 5 ആമ്പിയറാണ്. അതിനെ വിത്തിൻ 0 സെക്കൻഡ് 5 ആമ്പിയർ നിന്ന് 0 ആകാൻ പറയുന്നു. ഏത് സമയത്ത്? 0 സെക്കൻഡിൽ. 5/0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫൈനൈറ്റ് വോൾട്ടേജ് കിട്ടാം. വോൾട്ടേജ് വെക്കും ഇൻഫൈനൈറ്റ്. ഏതിൻ്റെ? ഇൻഡക്ടറിന് അക്രോസ് ഉള്ളത്. ആ ഇൻഡക്ടറിൻ്റെ ശക്തി കൊണ്ട് ഈ പറയുന്ന ഇതെന്തോ ഓണായി തന്നെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും പെട്ടെന്ന് പിടിച്ച് ഡൈവേർട്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ അത് എന്ത് പറ്റും? ഇവിടം വരെയും ഈ വേവ് ഫോം പോകും. ഈ വേവ് ഫോം താഴോട്ട് പോകുന്നുണ്ട്. അവിടം വരെ എന്ത്? ഈ പറയുന്ന തൈറിസ്റ്റർ ഓണായിരിക്കാനും ചെയ്യും. കാരണം ഹോൾഡിംഗ് കറണ്ട് താഴെ പോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. മെയിനായിട്ട് ഇൻഡക്ടർ വരുമ്പോൾ ഓർത്തോളുക, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡക്ടറിൻ്റെ കറണ്ട് എപ്പോൾ ഡൈവേർട്ട് ആവുന്നു എന്നുള്ള കണ്ടീഷനാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത് ബീറ്റയാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞു? ആൽഫയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? Vm sin omega t. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന 1/2π തന്നെ ആൽഫ ടു ബീറ്റ. ശരിയല്ലേ? ഡി ഒമേഗ ടി. ഇതാണ് നമ്മളെന്ത്? V0 ആവറേജ്. ഔട്ട്പുട്ടിൻ്റെ ആവറേജ് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൽഫ ടു ബീറ്റ. ഈ ടൈം പീരീഡ് 1/2π ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? Vm/2π മൈനസ് കോസ് ഒമേഗ ടി. അവിടെ ആൽഫ ടു ബീറ്റ. അവിടെ നിന്ന് ഇക്വേഷൻ വീണ്ടും പറയുകയാണെങ്കിൽ Vm/2π കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ. കാരണം ഈ മൈനസ് ഉള്ളതുകൊണ്ടാണ് ആൽഫ മൈനസ്. പിന്നെ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് ആൽഫയുടെ വാല്യൂ ആണ് കുറവ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ കുറയ്ക്കുന്ന പോലെ തന്നെ. അപ്പം Vm/2π 1 കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ. ഈ കോസ് ബീറ്റയുടെ വാല്യൂ മുമ്പേ പൈ ആയതുകൊണ്ടാണ് കോസ് ബീറ്റ എത്ര ആയിട്ട് -1 1 + കോസ് ആൽഫ നേട്ടിയത്. ക്ലിയറാണെന്ന് വിശ്വസിക്കും. അപ്പോൾ അത് ഓർത്താലും മതിയാവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് പറഞ്ഞ് ഇൻഡക്ടർ ഉള്ള കേസ്, RL ലോഡിൻ്റെ കേസ്. ഇനി ഒരു കേസ് നമ്മൾ പറയുന്നുണ്ട്, RL ലോഡ്.
RLE ലോഡ്. RLE ലോഡ് വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും ചോദിച്ചാൽ ഒമേഗ ടി ഉണ്ട്. ഇവിടെ ആരുടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആകാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ആൽഫ നമ്മൾ എടുക്കുന്നത് ഇവിടെ വെച്ചാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രിഗർ. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ താഴോട്ട് പോകില്ല. ഇത് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി. ഇതാണ് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്. അതാണ് ഈ കാണുന്നത്. അവിടെ നമുക്ക് കറണ്ട് പറയുകയാണ്. നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന കേസിൽ ഇൻഡക്ടർ ഉണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതുകൂടെ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഇൻഡക്ടർ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ വരും. ഇവിടം വരെയാണ് ട്രാൻസിഷൻ ടൈമിൽ ഇങ്ങനെ വരും. ഇൻഡക്ടർ ഉണ്ട്. നമ്മൾ ആ ഇൻഡക്ടറിൻ്റെ കേസ് കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്ന ഇൻഡക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴോട്ടും പോകും, ഈയുടെ താഴോട്ടും പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡക്ടറിൻ്റെ അകത്തൊരു കറണ്ട് ഉണ്ട് I0. അത് ഡൈഔട്ട് ആകുന്ന നമ്മൾ ഈ പോയിന്റ് വെച്ചാൽ പറയാം. ഈ നെഗറ്റീവ് ആകുന്നിടം വരെയും അല്ലെങ്കിൽ ഈ പോയിന്റ് എത്തുന്നിടം വരെയും ഇൻഡക്ടറിൻ്റെ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിന് ശേഷം പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ തന്നെ വീണ്ടും ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. എന്താണിത്? I0 കറണ്ട്. അപ്പോൾ I0 കറണ്ട് ഡൈഔട്ട് ആകുന്ന ആ ടൈം വരെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്റ്റിങ്ഷൻ ആംഗിൾ ബീറ്റ ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയാം? ഒരു ആൽഫ ഉണ്ട്. ഈ ആൽഫ എന്ന് പറഞ്ഞ വാല്യൂ എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം? നമ്മുടെ ഈ പറഞ്ഞു വന്ന സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈ പറഞ്ഞ ഈയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഓക്കെ അല്ലേ? ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പടം ഓർത്തിരിക്കുക. ഈ പടം കണ്ടാൽ നമുക്ക് വരയ്ക്കാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇവിടെ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറയുമോ? നമ്മളിനി ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉപയോഗിച്ചു. ഇതിനെ വിളിക്കുന്നത് ഫ്രീ വീലിംഗ് ഡയോഡ് എന്നാണ്. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തൈറിസ്റ്റർ ഓൺ ആകുകയും ഇതിൻ്റെ നെഗറ്റീവ് പോർഷനിലോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഇതെന്താവും? ഫ്രീ വീലിംഗ് ഡയോഡ് അങ്ങ് ഓണാവും. കാരണം ഇത് നെഗറ്റീവ് അല്ലെങ്കിൽ കാതോടാണ്, ഇത് ആനോടാണ്. അപ്പോൾ ഈ കാതോട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഷോർട്ടായി വിത്ത് റെസ്പെക്ട് ടു ആനോഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ഇത് എപ്പോഴാണോ ഈ പറയുന്ന കാതോഡിൽ നെഗറ്റീവിലോട്ട് പോകുന്നത് ആ സമയത്ത് ഇപ്പോൾ ഈ കേസിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഇതിന് പകരം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് നമ്മുടെ ഈ കേസ് ആയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫ്രീ വീലിംഗ് ഡയോഡ് കേസ് ആയിരുന്നെങ്കിൽ നമുക്ക് പടം കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ മാത്രമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പറയാവുന്നൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് പോർഷനിലോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഈ പോർഷനിൽ നമ്മൾ പോകുന്നില്ല. ഇവിടെ നമുക്ക് പോസിറ്റീവ് പാർട്ട് ഉണ്ടോ? നെഗറ്റീവ് പോർഷനിലോട്ട് പോകുന്ന ആ നിമിഷം ഫ്രീ വീലിംഗ് ഡയോഡ് ആക്ട് ചെയ്യും. ഫ്രീ വീലിംഗ് ഡയോഡ് ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ കറണ്ട് എവിടെ? ഈ I0 എന്ന് പറഞ്ഞ കറണ്ട് ഡയോട്ട് ആകാനായിട്ട് സമയമെടുക്കും. ഇത് ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചുകൂടെ ഈ കറണ്ട് ഡയോട്ട് ആകുന്നത് വളരെ പതുക്കെയായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഇതെന്താവും? കണ്ടിന്യൂസ് ആയിട്ട് മാറും.
നമ്മുടെ ഐസുറോ ലോഡ് കറണ്ടിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാൻ പറ്റും. ആരെ കൊണ്ട്? ഫ്രീ വീലിംഗ് ഡയോഡ് കൊണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡിന് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ വോൾട്ടേജ് നെഗറ്റീവും കറണ്ട് പോസിറ്റീവും വരുന്നുണ്ട് ആ സമയത്ത്. അങ്ങനെ വരുന്ന സമയത്ത് ലോഡിൽ നിന്ന് സോഴ്സിലോട്ടാണ് കറണ്ട് കൊടുക്കുന്നത്. ആ കറണ്ടിനെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ പവറിനെ റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ലാതാക്കും, നള്ളിഫൈ ചെയ്യും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യും. ആര്? ഫ്രീ വീലിംഗ് ഡയോഡ്. ഒരിക്കലും ലോഡിൽ നിന്ന് സോഴ്സിലോട്ട് കറണ്ട് അല്ലെ പവർ കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് ലോഡിൽ തന്നെ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആകും, നമ്മുടെ ലോഡ് സ്മൂത്ത് ആകും, നമുക്ക് ഈ പറഞ്ഞു വന്ന നമ്മുടെ വേവ് ഫോം കുറച്ചുകൂടെ എന്താന്ന് പറയാം, കുറച്ചുകൂടെ മോർ DC ആയിട്ട് മാറും കറണ്ട് വേവ് ഫോം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഓർത്തിരിക്കുക. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, വേവ് ഫോം ഓഫ് ദി ഐസീറോ എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് ഇംപ്രൂവ്സ് ലൈക്ലി ടു DC. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ആവറേജ് വാല്യൂ ഓഫ് V0 ആവറേജ് എന്തായി? ഇൻക്രീസ് ചെയ്തു. കാരണം നെഗറ്റീവ് പാർട്ട് ഓഫ് ദി വോൾട്ടേജ് എന്ത് ചെയ്തു? നമ്മൾ റെഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു പാർട്ടേ ഇല്ല. അതുകൊണ്ട് ആവറേജ് വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് കൂടുതലാവും. പിന്നെ പവർ ഫാക്ടർ ഓഫ് ദി സപ്ലൈ ഇംപ്രൂവ്സ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞു വന്ന നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന നമ്മുടെ കേസിൽ നമുക്ക് ഈ പറയുന്ന കേസിൽ ഒരു കാരണം, പ്രീ വീലിംഗ് ഡയോഡ് വെക്കുന്ന സമയത്ത് പ്രീ വീലിംഗ് ഡയോഡ് എന്ന് പറഞ്ഞ കേസിൽ നമുക്ക് വേവ് എങ്ങനെ കിട്ടി? ഇതുപോലെ ആയിരിക്കും. അത് കിട്ടിയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതിൻ്റെ V0 ആവറേജ് എന്തായിരിക്കും? Vm/2π 1 + cos ആൽഫ. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ കിട്ടി. ശരിയല്ലേ? കാരണം ഇവിടെ കോസ് ആൽഫ വന്നിരിക്കുന്നു. നമ്മൾ കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ എന്ന് പറഞ്ഞ് നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. ആ വാല്യൂ ഉണ്ടാകുന്നില്ല. ഇവിടെ 1 + cos ആൽഫ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. കുറച്ചുകൂടെ V0 ആവറേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്. ഈ ലൈഫ് സേവർ AE ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും.